നമസ്കാരം. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി രണ്ട് താരങ്ങളുടെ പിന്നാലെയാണ് ഫുട്ബോൾ ലോകം, ലിയോണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഇവർക്ക് പിൻഗാമികളായി എത്തിയവരുമടക്കം സൂപ്പർ താരങ്ങൾ പലരുമുണ്ട് യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും പന്തു തട്ടുന്നവർ. എന്നാൽ വ്യക്തിപരമായ നേട്ടങ്ങളിൽ സൂപ്പർ താരങ്ങൾക്ക് നിരാശ സമ്മാനിച്ചാണ് ഇത്തവണ കോപ്പയും യൂറോയും കടന്നുപോകുന്നത്. ആറാം യൂറോ കപ്പിനിറങ്ങി റെക്കോർഡിട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരൊറ്റ ഗോൾ പോലുമില്ലാതെയാണ് ഇത്തവണ കളം വിട്ടത്. 14 യൂറോ ഗോളുകളുമായി റെക്കോർഡ് സ്വന്തമായുള്ള പോർച്ചുഗീസ് നായകന് ഇത്തവണ സ്കോർ ചെയ്യാനായില്ലെന്ന് മാത്രമല്ല, സ്ലൊവേനിയക്കെതിരെ പെനാൽറ്റി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഫ്രാൻസിനെതിരെ ഷൂട്ടൌട്ടിൽ പോർച്ചുഗൽ പുറത്തായതോടെ റൊണാൾഡോയുടെ യൂറോ കരിയറിന് തന്നെയാണ് അവസാനമായത്. റൊണാൾഡോയിലേക്ക് പന്തെത്താതിരുന്ന പല സാഹചര്യത്തിലും പോർച്ചുഗൽ 10 പേരുമായി കളിക്കുന്ന പ്രതീതിയായിരുന്നു കളത്തിൽ. ടീമിലെ പടലപ്പിണക്കങ്ങൾ പൂർണ്ണമായി മാറിയിട്ടില്ലെന്ന് താരങ്ങളുടെ ശരീരഭാഷ കളത്തിലും പുറത്തും കണ്ടു. റോണോയുടെ ടീമിലെ തന്നെ എതിരാളിയെന്ന വിശേഷണമുള്ള ബ്രൂണോ ഫെർണാണ്ടസിനും കാര്യമായ സംഭാവനയൊന്നും ഇത്തവണ നൽകാനായില്ല. റൊണാൾഡോ ദാനം പോലെ നൽകിയ ഒരു ഗോൾ ഒഴികെ. 2022 ലോകകപ്പിൽ കരഞ്ഞ് കളംവിട്ട റൊണാൾഡോയുടെ അന്താരാഷ്ട്ര കരിയറും ചോദ്യചിഹ്നമാക്കി പോർച്ചുഗലിന്റെ യൂറോ പോരാട്ടത്തിനും ഒടുവിൽ അവസാനം. കോപ്പ അമേരിക്ക നിലനിർത്താനിറങ്ങിയ ലിയോണൽ മെസ്സിയും സംഘവും സെമി ഉറപ്പിച്ചെങ്കിലും സൂപ്പർ താരത്തിന്റെ ബൂട്ട് ഇതുവരെ ഗോൾ നേടിയിട്ടില്ല. കോപ്പയും ഫിനലിസമയും ലോകകപ്പും സ്വന്തമാക്കി ഫുട്ബോളിൽ പൂർണ്ണത നേടിയ ലിയോണൽ മെസ്സി സമ്മർദ്ദമേതുമില്ലാതെ പന്ത് തട്ടുന്ന ആദ്യ ടൂർണമെന്റാണ് ഇത്തവണത്തെ കോപ്പയെങ്കിലും അസാമാന്യ പ്രകടനങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലെന്നതാണ് സത്യം. പരിക്ക് കാരണം ഒരു മത്സരത്തിൽ സൂപ്പർ താരത്തിന് കളിക്കാനുമായില്ല. ഇക്വഡോറിനെതിരായ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മെസ്സി പെനാൽറ്റി പാഴാക്കിയതും സൂപ്പർ താരത്തിന് നാണക്കേടായി. ലൗറ്റാറോ മാർട്ടിനസിന്റെ മിന്നും ഫോമാണ് അർജന്റീനയ്ക്ക് ടൂർണമെന്റിൽ തുണയായത്. സെമിയിൽ മെസ്സി ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ആരാധകർക്കുള്ളത്. യൂറോ കപ്പാണ് ലോകകപ്പിനേക്കാൾ കഠിനമെന്ന എംബപ്പയുടെ വാക്കുകൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും ഫ്രഞ്ച് താരത്തിന്റെ യൂറോയിലെ പ്രകടനം കണ്ടാൽ. 2 ലോകകപ്പുകളിലെ 14 കളിയിൽ 12 ഗോളുകൾ നേടിയ എംബപ്പയ്ക്ക് യൂറോയിൽ ഇതുവരെ ഒരു ഓപ്പൺ ഗോൾ പോലും നേടാനായിട്ടില്ല. പോളണ്ടിനെതിരെ നേടിയ പെനാൽറ്റി ഗോൾ മാത്രമാണ് എംബപ്പയുടെ പേരിലുള്ളത്. മൂക്കിന് പരിക്കേറ്റതും എംബപ്പയ്ക്ക് തിരിച്ചടിയായി. യൂറോയിൽ പോളണ്ട് സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കിക്കും ജർമ്മൻ സൂപ്പർ താരം തോമസ് മുള്ളർക്കുമൊന്നും ഇത്തവണ കാര്യമായ റോൾ പോലും ഉണ്ടായില്ല. കോപ്പയിലാകട്ടെ ലൂയിസ് സുവാരസിന് പകരക്കാരന്റെ കുപ്പായം മാത്രമാണ് ഇത്തവണയുള്ളത്. എന്തായാലും സൂപ്പർ താരങ്ങൾ നിറമങ്ങിയ ടൂർണമെന്റെങ്കിലും ലാമിൻ യമാലിനെ പോലെ, മുസിയാലയെ പോലെ, ആർദ ഗൂളറിനെ പോലെ യുവതാരങ്ങളുടെ മിന്നും പ്രകടനങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.